വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷൈജു ചേരുന്നുണ്ട്. ഷൈജു, ഇപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത് തന്നെ നാണക്കേടാണ്. അതും സാക്ഷര കേരളത്തിൽ അധ്യാപകർ ജാത്യധിക്ഷേപം നടത്തി എന്നൊക്കെയുള്ള വാർത്ത, അത് വളരെ ലജ്ജാകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഇത് ടീച്ചേഴ്സ് അധ്യാപകരായി പോലും തുടരാൻ അവർക്ക് അവകാശമില്ലെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥിയും പാരന്റ്സും ഒക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ. പരാതിപ്പെടുന്നുണ്ടോ? ഇതിലെന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ധന്യ, ഈ നടന്ന സംഭവം ഞാൻ ആദ്യം ഒന്ന് പറയാം. കാരണം ഈ സസ്പെൻഷനിലേക്ക് മാറുന്നതിന്റെ ഒരു കാരണം, അതായത് ഈ കുട്ടിയെ നിരന്തരമായി, അത് നമ്മൾ കഴിഞ്ഞ ദിവസം അവരെ നേരിട്ട് പോയി കാണുമ്പോഴാണ് അവർ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. ഈ വെള്ളം കുടിക്കുന്ന സംഭവമാണ് ഈ സസ്പെൻഷനിലേക്ക് നയിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം. വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്കൂളിൽ ഒരു പൊതു ടാപ്പ് ഉണ്ട്. ആ ടാപ്പിൽ നിന്ന് വെള്ളം ഒഴിച്ചു കുടിക്കാൻ വെച്ചിരിക്കുന്ന ഗ്ലാസ് മലിനമാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല, ആരും അത് ഉപയോഗിക്കുന്നില്ല. അതിൽ നിന്ന് ഒരു ചെറിയ പൈപ്പുണ്ട്. ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ിലേക്ക് പൊക്കി കുടിക്കുന്ന രീതിയാണ് വിദ്യാർത്ഥികളെല്ലാം ചെയ്യുന്നത്. ഈ കുട്ടിയും അതുതന്നെയാണ് ചെയ്തത്. ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അധ്യാപിക വരുന്നതും ഇവരോട് സംസാരിക്കുന്നതും. നിന്നെയൊക്കെ കണ്ടാൽ അറപ്പ് തോന്നുമല്ലോ, നിങ്ങൾ കുടിച്ച വെള്ളത്തിൽ മുത്തി കുടിച്ചിട്ട് അതാണല്ലോ ബാക്കിയുള്ളവരെല്ലാം കുടിക്കേണ്ടി വരുന്നത് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഇതിനു മുമ്പും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഈ കുട്ടി പ്രതികരിച്ചു. ടീച്ചർ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. സ്വാഭാവികമായും ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയായ കുട്ടി പ്രതികരിക്കും. ആ പ്രതികരണം ടീച്ചറോടൊപ്പം ചേർന്നു. ടീച്ചർ തിരിച്ചും പ്രതികരിച്ചു. പക്ഷേ ഈ കുട്ടി പറയുന്നത് ഒരു തരത്തിലുള്ള അശ്ലീല വാക്കുകളോ ആക്ഷേപസ്വരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടു നിന്ന് അദ്ദേഹത്തിന്റെ ഈ ഇരട്ട സഹോദരങ്ങളിൽപ്പെട്ട മറ്റൊരാൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഓടി വന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടു. ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി ഇവർ ടീച്ചറെ അധിക്ഷേപിച്ചു, ടീച്ചർക്കെതിരെ തെറി പറഞ്ഞു എന്നാണ്. പക്ഷെ കണ്ടുനിന്ന മറ്റൊരു ടീച്ചർ ഇല്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് വിളിച്ച PTA യോഗത്തിൽ മറ്റേ ടീച്ചറെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ കുട്ടികൾക്കെതിരെ കേസെടുക്കും എന്ന്, പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് വിശദമായ ഒരു പരാതി എഴുതി പ്രിൻസിപ്പലിന്റെ പക്കൽ വെച്ചു. പക്ഷേ ഈ പരാതി ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതുവരെയും ഇവരുടെ അടുത്തൊരു പോലീസ് വരികയോ അന്വേഷിക്കുകയോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഈ PTA യോഗം കൂടി ഇവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. സസ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ PTA യോഗത്തിൽ പറഞ്ഞിരുന്നത് ഇവരെ കുറച്ച് ദിവസത്തേക്ക് പുറത്തു നിർത്തുക. കുറച്ച് ദിവസത്തേക്ക് പുറത്തു നിർത്തിയതിനു ശേഷം മാതൃകാപരമായി പിന്നീട് തിരികെ കയറ്റി എന്നതാണ് PTA യോഗത്തിലെ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത്. പക്ഷേ ആ സസ്പെൻഷൻ എന്നത് അത് നീണ്ടുപോകുന്ന ഒരവസ്ഥ. ഇതിന്റെ ഇടയിൽ പലതവണ ഈ അമ്മ തന്റെ മക്കളെ തിരികെ പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്കൂളിൽ സമീപിക്കുകയും പലതരത്തിൽ സ്കൂളിന്റെ പ്രിൻസിപ്പലോട് സംസാരിക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോഴാണ് നേരത്തെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരോട് പറയുന്നത്. ഒരേ ഛായയുള്ള കുട്ടികൾ ഒരു സ്കൂളിൽ പഠിച്ചാൽ അവർ ആൾമാറാട്ടം നടത്തിയാൽ എന്ത് ചെയ്യും, ആൾമാറാട്ടം നടത്തും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ പിന്തിരിപ്പിക്കുകയും അധിക്ഷേപം തുടരുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ പാവങ്ങളായ ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ കണ്ടതാണ്. കാരണം ഇവരുടെ വീട് തന്നെ അങ്ങേയറ്റം ദരിദ്രമായ ഒരു അവസ്ഥ. അങ്ങനെ സ്വന്തമായ ഒരു വീട് പോലും നന്നായി ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. സാമ്പത്തികമായി പിന്നിലുള്ള കുട്ടികളാണ്. കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ അവർ ശിക്ഷിക്കുന്നതിന് പകരം ജാതി അധിക്ഷേപം നടത്തുകയും ദീർഘനാളത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ഈ ഓണപരീക്ഷ കടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം പരീക്ഷ ആരംഭിച്ചു. ആ പരീക്ഷ എഴുതാനുള്ള അവസരം ചോദിക്കുമ്പോഴും അവസാന പരീക്ഷ എഴുതാൻ അവസരം തരാം, അതുവരെ കുട്ടികൾ പുറത്തു നിൽക്കട്ടെ എന്ന് ആദ്യം പറഞ്ഞിരുന്ന പ്രിൻസിപ്പൽ പിന്നീട് പറഞ്ഞത് AEOക്ക് ഞാൻ ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഇനി AEO പറയട്ടെ. അത് പറഞ്ഞിട്ടും ഒരു മാസത്തിലധികമായി. പക്ഷേ ഇപ്പോഴും ഈ കുട്ടിയെ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ സ്കൂൾ ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇത് ഏത് സ്കൂളാണ് എന്നുള്ളത് നാട് അറിയേണ്ടതുണ്ട്. അധ്യാപകർ ആരാണ് എന്നുള്ളതും നാട്ടുകാർ അറിയേണ്ടതുണ്ട്. കാരണം അവരുടെ കൂടി മക്കളെയാണല്ലോ ഈ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് വിടുന്നത്. ഇതെവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഏത് സ്കൂളിലാണ്? ഈ പരാതിയിൽ പറയുന്ന ഈ വിദ്യാർത്ഥികൾ പറയുന്ന ടീച്ചേഴ്സ് ആരൊക്കെയാണ്? തന്നെ ഈ സ്കൂൾ, അതാണ് ഏറ്റവും രസകരവും അല്ലെങ്കിൽ ശ്രദ്ധേയമായ കാര്യം. ഈ സ്കൂൾ നിൽക്കുന്നത് ആലപ്പുഴ നഗരത്തിന് മധ്യത്താണ്, പ്രത്യേകിച്ച് സിവിൽ സ്റ്റേഷന് തൊട്ടടുത്ത്. അതായത് ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിന് നേര് ഓരത്താണ് ഈ സ്കൂൾ നിൽക്കുന്നത്. ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിലാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയമുള്ളത്. ഇത്തരം നിൽക്കുന്ന ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ടീച്ചറുടെ പേരിൽ ആ കുട്ടി പറയുന്നുണ്ട്, ശ്രീലക്ഷ്മി എന്നാണ് തോന്നുന്നു എന്നാണ് പറയുന്നത്. ആ കുട്ടി ചെല്ലുന്ന സമയത്താണ് ഈ ടീച്ചർ ഈ കുട്ടിയെ
പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കുന്നുമില്ല. പക്ഷെ പഠിപ്പിക്കുന്ന മറ്റൊരു ടീച്ചറും അധിക്ഷേപം നടത്തി. ആ ടീച്ചറുടെ പേര് ഇതുവരെ അദ്ദേഹം കാരണം അത്രത്തോളം ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ സംഭവം ഉണ്ടാകുന്നു പുറത്തു വരുന്നു. ഈ ടീച്ചറുടെ പേര് പോലും മനസ്സിലാക്കുന്ന സമയം എടുക്കുന്നതിന് മുമ്പേ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു. അതുകൊണ്ട് ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇരട്ട കുട്ടികളായ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികളിൽ ഒരാൾ ഹയർ സെക്കൻഡറി 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അത് തന്നെ അവരുടെ ഒരു പ്രയാസം കൊണ്ടാണ്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതുകൊണ്ട് ആദ്യം ഒരു കുട്ടിയെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ ഇരട്ട കുട്ടികളിൽ ഒരു കുട്ടി ഹയർ സെക്കൻഡറി 2ാം വർഷവും മറ്റൊരു കുട്ടി ഹയർ സെക്കൻഡറി 1ാം വർഷവുമാകുന്നത്. ഇതുവരെയും ട്യൂഷന് പോയിട്ടില്ല. അതായത് ട്യൂഷൻ പോലും വിടാൻ കഴിയാത്ത സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കുട്ടി. അവരാണ്